നിലവിലെ ഫലസൂചനകൾ വടകരയിൽ നിലവിൽ ഇപ്പോഴുള്ള പൊതുവേ കേരളത്തിലുടനീളമുള്ള സൂചന UDF അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇനിയും കുറേ റൗണ്ട് വോട്ട് എണ്ണാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സൂചന കാണുമ്പം മിക്കവാറും മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലത്തൂർ ഒഴികെ, ആറ്റിങ്ങൽ മാറി മാറി വരുന്നുണ്ട്, ആലത്തൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും UDF അനുകൂലമായിട്ടാണ് കാണുന്നത്. ആ കൂട്ടത്തിൽ വടകര ഷാഫി പറമ്പിൽ മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത്. തുടരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇനിയും കുറേ റൗണ്ട് വോട്ടെണ്ണാനുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു ട്രെൻഡ് എന്നുള്ള നിലയിൽ പൊതുവേ കഴിഞ്ഞ 2019 തന്നെ UDF അനുകൂലമായിട്ട് പാർലമെൻറ്റ് ഇലക്ഷനിലുള്ള ട്രെൻഡാണ് കാണുന്നത്. BJPക്ക് ബദൽ UDF ആണ് എന്നൊരു തോന്നലാണോ ഈ ട്രെൻഡ് ഉണ്ടാക്കുന്നത്? പാർലമെൻറ്റ് ഇലക്ഷനിൽ പൊതുവേ അങ്ങനെയൊരു റീഡിംഗ് ആണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകാറ്. അപ്പോൾ ഇത്തവണ അത് മാറുമെന്നാണ് കരുതിയത്. ഇത്തവണ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണുന്നുണ്ട്. അതും ഏറിയും കുറഞ്ഞും വരുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി പോലും പിന്നിലായിട്ടുള്ള സ്ഥിതിയാണ് വോട്ടെണ്ണുന്ന സമയത്ത് കണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ BJPക്ക് ബദലായിട്ട് അവിടെ കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ സാധാരണ ഉണ്ടാകാറ്. ഇത്തവണയും ആ ട്രെൻഡ് തന്നെയാണല്ലോ നമ്മൾ കണ്ടത്. വടകരയിലെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ടീച്ചർ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. എന്താണ് ഈ ഒരു പിന്നിൽ പോക്കിന് പിന്നിലെന്നാണ് ഇപ്പോൾ പ്രാഥമിക വില? ഈ പൊതു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റൊന്ന്, ഇപ്പോഴത്തെ നവമാധ്യമ പ്രചരണങ്ങളെല്ലാം അത് ഹിന്ദു പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം, പാർലമെൻറ്റുകളെ പോലും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ ന്യൂ മീഡിയ ആണ്. ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറേ ആളുകളുടെ മനസ്സിലേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും 100,000 മൈൽസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്നൊരു രീതി അറിയണം എല്ലാവർക്കും. അത് അത്രത്തോളം വരണമെന്നില്ല. ചിലർ ഈ ന്യൂ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ്. ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് വടകര മാത്രമല്ല, നമ്മളിനി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണതെന്ന് എനിക്ക് തോന്നുന്നു. വ്യാജപ്രചാരണങ്ങൾ തിരിച്ചടിയായി എന്നാണോ? തീർച്ചയായിട്ടും അതുണ്ടാവാം. വ്യാജപ്രചാരണമെന്ന് വന്നാൽ നമ്മളതിന് മറുപടി പറഞ്ഞ് വരുമ്പോഴേക്കും വ്യാജപ്രചാരണം എല്ലാവരുടെയും മനസ്സിലെത്തും. എന്നാൽ അത് ഒരിടത്ത് മാത്രമുള്ളതല്ലല്ലോ. ഇപ്പോൾ വടകരയിൽ മാത്രമായിട്ട് നമുക്കിത് പറയാനും കഴിയുന്നില്ല. കാരണം മൊത്തത്തിൽ കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണല്ലോ വോട്ടെണ്ണുമ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു ഘടകം മാത്രമാണ്, ഇതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവവും അതിൻ്റെ കൂടെ ഉണ്ടാകാം. എങ്ങനെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല. കാരണം 2019 പാർലമെൻറ്റിൽ UDF അനുകൂലമായി, പിന്നീട് ജനങ്ങൾ 2021 ഇടതുപക്ഷത്തെയല്ലേ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അതെല്ലാം വിശകലനം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടീച്ചറെ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നതായിരുന്നു നിങ്ങളുടെ പ്രചാരണവാക്യം. അത് ജനത തള്ളിക്കളഞ്ഞു. ജനത പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ശക്തമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഇതുവരെ ഭരണം കിട്ടാത്ത ചില സംസ്ഥാനങ്ങളിൽ LDFൻ്റെ കാൻഡിഡേറ്റ്സ് മുന്നേറുന്നതായിട്ടുള്ള വാർത്ത കാണുന്നുണ്ട്. അത് വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് അവസാന നിമിഷത്തിലേ പറയാൻ. ഇപ്പോൾ അമറാറാമിനെ പോലുള്ള, സലീമിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ, തമിഴ്നാട്ടിലെ 2 കാൻഡിഡേറ്റ്സ്, അവരൊക്കെ മുന്നേറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇടതിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ളതല്ല, ഒരു പൊതു ട്രെൻഡായിട്ട് പൊതുവേ രാജ്യത്തും അതുപോലെ കേരളത്തിലും വന്നിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ LDF ഇടതുപക്ഷത്തിനെതിരായി വന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണമാണ് ശരിക്കും ഉണ്ടായിരുന്നത്, വന്നിരുന്നു. അതങ്ങനെയല്ല എന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. വോട്ടിംഗ് പാറ്റേണൊക്കെ കാണുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുഴുവൻ മണ്ഡലത്തിലും അങ്ങനെയൊരു ട്രെൻഡാണല്ലോ വന്നത്. ഒരിടത്ത് മാത്രമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് വടകരയിൽ വല്ലാത്ത വികാരം കൊണ്ടിട്ട് പരസ്പരം ആക്രമിക്കാനൊന്നും പുറപ്പെട്ട കാര്യമില്ല. കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ട്രെൻഡിൻ്റെ കൂടെ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടാവാം. പക്ഷേ അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതവിഭാഗം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് UDF അനുകൂലമായിട്ട് വന്നു. ആ കൂട്ടത്തിൽ വടകരയും വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കാര്യമാണ്, തെരഞ്ഞെടുപ്പ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താലും നാട്ടുകാരെല്ലാം സമാധാനപൂർണ്ണമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. വെറുതെ കുഴപ്പമുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇതിൽ തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. എന്നാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരാണ് നമ്മളെല്ലാവരും. അത് കൃത്യമായിട്ട് തുടരുകയും ചെയ്യും.
അപ്പോൾ അതിൻ്റെ ഇടയിൽ സാധാരണക്കാരായ ജനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള സ്പർദ്ധ ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയാനുള്ളത്.